കുറെ നാളുകൾക്ക് ശേഷമുള്ള ടിവിയുടെ ഒരു ടർഫാണ്. ആൻഡ് നമ്മൾ ഒത്തിരി നാളായി ടർഫ് കളിച്ചിട്ട്. ആൻഡ് അറ്റാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഇവിടെ ആൻഡ് ഈ ഒരു ടർഫിൽ നമ്മൾ ഒരുപാടൊന്നും എഫേർട്ടൊന്നും ഇടാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും മാറിയില്ല. ഓണപരിപാടി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയാം, ഈ ഏരിയയിലോട്ടൊന്നും ആരും ഇല്ല കേട്ടാ. എനിക്ക് ടൈമർ കാണിക്കുന്നില്ലയോ? ഞാൻ പറയാം, ഇന്നത്തെ ഞാൻ ഇട്ടേക്കുന്ന ലൈനപ്പ്: ബ്രാവോ, വില്ലു, ആഷ്, ജൂഡ്, മോബി, മെസ്ബോയ്, നീലന്, സ്നൈപ്പ്, സാവേജ്, ഡോർക്കി, കുറുപ്പ്, ജുഗുറു. ഇതാണ് നമ്മുടെ ലൈനപ്പ്. എല്ലാവർക്കും വെൽക്കം. വെൽക്കം. 41 മിനിറ്റ് ക്വാളിറ്റി കൂട്ടി ഫുൾ നോക്കാം. എനിക്കൊന്ന് ടി വി ഒരു പുള്ളിയുടെ ബോർഡ് എന്തോ അടിച്ചുമായിരിക്കും അതിന്റെ. ഒരു ഹോട്ട് ഏരിയയിൽ കയറിയിട്ടില്ല. അവരിവിടെ തന്നെ അതല്ല എങ്ങനെ കേറ്റിയെന്ന് പറ്റുമോ? ഞാൻ ഒരാളുടെ ഐഡിയ ആണ്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഐഡിയ. ഇന്നലത്തെ പ്ലാനിന്റെ ഐഡിയ ആണ്. ഇന്നലെ വെളുപ്പിന് 5:30-6 മണിക്ക് ഇരുന്ന് ഇതായിരുന്നു ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ട്രൈയിലും ഗേറ്റ് വെച്ചേട്ടാ. ഇവിടെ നമ്മളൊക്കെ സ്നൈപ്പർ സാവേജ് ഇവിടെ പൊസിഷൻ പിടിച്ചു കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് തോന്നുന്നു വണ്ടിയും കൂടെ കയറ്റിക്കൊണ്ട് ഇവിടുന്ന് ഒരു കവർ അവര് ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് സോൺ ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി എടുത്തിട്ട് പോകണം. താഴെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, മനസ്സിലായോ? അപ്പൊ വണ്ടി എടുത്ത് അത് മാത്രമല്ല, അതൊരു കവർ ആക്ട് ആവുമല്ലോ മീൻ വൈൽ. അങ്ങനെയും പറയാം. ഓക്കെ, ഒരു വൈൽഡ് ഫ്രണ്ട് എൻട്രിക്ക് ശേഷം പിന്നെയും സ്കൗട്ടിങ് തുടങ്ങാൻ ഇതുവരെ ടാക്സി ബിൽഡിങ്ങിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ടാക്സി ബിൽഡിങ്ങിലോട്ട് ടാക്സി ബിൽഡിങ്ങിലേക്ക് ഒരു ടിവിയുടെ ഇനിഷ്യേഷൻ വരുന്നുണ്ട്. മീൻ ടിവിയുടെ ഇനിഷ്യേഷൻ ടാക്സി ബിൽഡിങ്ങിലോട്ട് വരുമ്പോഴും T47 ഫാർ എവേ ആണ്. ടിവി കുറച്ചും കൂടെ അഗ്രസീവ് ആവേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ടോ ഡൈനാമിക്? ഇല്ല പറയട്ടെ, ഈ കസിനോട് ഈ ഏരിയ കുറച്ച് നിന്നിരുന്ന നല്ലതായിരുന്നു. അവിടെ ഉണ്ടല്ലയോ? ടിവി ഉണ്ട്. ഓക്കെ നിർത്തിയിട്ടുണ്ട്. ആദ്യമേ അവിടെയാണ് കയറിയത്. അവിടെ നിർത്തിയിട്ടുണ്ട്. ടിവി ആദ്യമേ അവിടെ തന്നെയാണ് കയറിയത്. എനിക്ക് തോന്നുന്നു ഏരിയ മാത്രം പിടിച്ചേക്കോ. അല്ല, എനിക്ക് തോന്നുന്നു എങ്ങോട്ട് സോൺ ഷിഫ്റ്റ് ആയാലും അവിടെ ഒരു ബ്ലോക്കിംഗ് ആൻഡ് എൻട്രിങ് മെക്കാനിസത്തിനുള്ളതെല്ലാം നമ്മുടെ ടിവി ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് എങ്ങോട്ട് സോൺ ഷിഫ്റ്റ് വന്നാലും അവിടെ ഗാർഡ് ചെയ്യാൻ ഒരു ടീമിനെ ഓൾറെഡി തന്നെ ടിവി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓൺ ഫൂട്ട് നമ്മൾ അധികം ആരെയും കാണുന്നില്ല. ഈ കോൺസെൻട്രിക് ആയിട്ടുള്ള T47 ആക്ച്വലി അതും ഒരു നല്ല ഐഡിയ ആണ്. നേരത്തെ ഡൈനു പറഞ്ഞതുപോലെ സോൺ ഷിഫ്റ്റ് വരുന്ന ടൈമിൽ ഫസ്റ്റ് നോൺ അഗ്രസീവ് സോൺ ആയിട്ടും സെക്കൻഡ് അഗ്രസീവ് സോൺ ആയിട്ടും കളിക്കാനായിരിക്കും അവരുടെ ഒരു പ്ലാൻ. ഇപ്പൊ രണ്ടുപേരും തോണി കയറിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും തോണി കയറിയിട്ടുണ്ട്. അതെ കുറുപ്പ്, ഡോർക്കി ടാക്സി ബിൽഡിംഗ് കുറുപ്പും ഡോർക്കിയും ടാക്സി ബിൽഡിന്റെ ടോപ്പിലോട്ട് കയറി ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. ടയർ പൊട്ടിച്ചിട്ടുണ്ട്. ടിവിയുടെ ജുഗ്രു ഇൻഫോ എടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നത്. അഡ്വാൻറ്റേജ് കയറി നിൽക്കുന്നുണ്ട്. അശ്വിനോപ്പിയുടെ ബാനൊക്കെ മാറിയത് കളിക്കുന്നു. അശ്വിനോപ്പിക്ക് ബാൻ അല്ലേ? ക്യാമറ മോഡ് അടക്കം എടുത്ത് കളഞ്ഞു. പുരുഷനെ അനുഗ്രഹിക്കണം. പിന്നെ എങ്ങനെ ഈ ഫണ്ട് അത് കാണാം. എനിക്ക് എന്തിനാ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ആരുടെ കയ്യിലാണ് ഈ ടർഫെങ്കിലും നമ്മൾ അടിച്ചെടുക്കുക. നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലായി. ഇവിടുത്തെ ടർഫ് എങ്ങനെയാണ്, എങ്ങനെ വരും, അറ്റാക്കിംഗ് ആണോ ഡിഫെൻഡിംഗ് ആണോ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഐഡിയ. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഇന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആരുടെ കയ്യിലാണെങ്കിലും നമ്മൾ അടിച്ചെടുക്കും. ഇത് ഡൈനാമിക് കേട്ടോ. ഇത് എങ്ങോട്ട് സോൺ ഒരു പിടുത്തവും ഇല്ലല്ലോടാ.
ഞങ്ങൾ അടിച്ചിരിക്കേ പഠിച്ചിട്ട് ഡാമിതാണ് ആരും ആയിക്കോട്ടെ guys. ഇല്ല കളിക്കട്ടെ അവരുടെ എന്തിനാ നോക്കണം അവര് കളിക്കട്ടെ. എല്ലാരും ഇവിടെ തന്നെ അല്ലേ ഈ ഒരു 3 ബിൽഡിംഗ് തന്നെ അവർ ഈ ഒരു 3 ബിൽഡിംഗ് ആണ് കളിക്കുന്നത്. സോൺ എത്ര എനിക്ക് തോന്നുന്നു ടിവിയുടെ പഴയ ഹോൾഡിംഗ് ബിൽഡിങ്സ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും ടിവിക്ക്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആകും എന്നുള്ളൊരു കണക്കൂട്ടലുകൾ കാരണമായിരിക്കും. അതെ സോൺ ഇപ്പൊ വരും കേട്ടോ, സോൺ ഇപ്പൊ വരെ 15 സെക്കൻഡ് അത് നല്ല പാക്ഡ് 15 സെക്കൻഡ് സോൺ വരും കേട്ടോ. ടിവി നല്ല പാക്ഡ് ഒരേ ഏരിയ മാത്രമേ ഉള്ളൂ, ബാക്കി 3 ഏരിയ ഫ്രീ ആണ്. ഇങ്ങോട്ട് പോകുന്നറിയാം. എന്നോട് പോകുന്നറിയാം ഒരു മാർഗം ഉണ്ടായിരുന്നു. 10 സെക്കൻഡ് 7 സെക്കൻഡ്. ടിവിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടിവിക്ക് സോൺ വന്നടാ. T47 ആ മറ്റേ യു ബിൽഡിംഗ് വന്നു, യു ബിൽഡിംഗ്. വിവാദമായി ഞാൻ പറയട്ടെ. ടിവി അത് അറിഞ്ഞുകൊണ്ട് തന്നെ T47 താഴെ വരും മുഞ്ചി. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങുന്നുണ്ട്. ടിവി അത് അഡ്വാൻസ് നിന്ന് കഴിഞ്ഞു. ഓൾറെഡി നിന്ന് കഴിഞ്ഞു. കുറച്ചു മുമ്പ് വെള്ളാരിക്ക് അഡ്വാൻറ്റേജ്, ഇപ്പൊ ടിവി അഡ്വാൻറ്റേജ്. ഈ ഫസ്റ്റ് സോൺ അഡ്വാൻറ്റേജ് വരുന്നത് വലിയ കാര്യമൊന്നുമില്ല ആക്ച്വലി. അതും ഒരു വിധത്തിൽ ശരിയാ. രണ്ടും ഒന്നിനൊന്നും മിച്ചമുള്ള ടീമുകളാണ്. രണ്ടുപേരും ഗൺപവറിലായിരുന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ വരുന്ന ഇതിലൊരു കാര്യമുണ്ട്, ഇപ്പുള്ള സോണിലില്ലേ ഏറ്റവും റബൽ ബിൽഡിംഗിലാണ് ഇവര് നിക്കണത് വണ്ടി കയറ്റിച്ചത്. അത് നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബിൽഡിംഗ്. എന്തൊരു ബിൽഡിംഗ്? റബൽ ബിൽഡിംഗ്. ഇത് റെവലാണ്. ആ പേരൊന്നും പെട്ടെന്നൊന്നും മാറില്ല. പേരുണ്ടോ? ചന്ദ്രന്റെ ബിൽഡിങ് നമ്മള് പറഞ്ഞില്ലേ കൊറേ എപ്പോഴും കോള് ഇതാണ്. എനിക്ക് ഗ്രൗണ്ടിൽ ഷെഡ് തന്നാ മതി. ഡൈനാമിക് ബിൽഡിംഗ് ഇത്. ഡൈനാമിക് ബിൽഡിംഗ്. ഇവിടെ തൊഴുത്ത് കെട്ടി തന്ന എനിക്ക് ചന്ദ്രന്റെ ബിൽഡിംഗ്, റെവൽ ബിൽഡിംഗ്, ഈവൻ ഓപ്പോസിറ്റ്. അത് ടി വി മാത്രമല്ല സ്കൂള് പറഞ്ഞോണ്ടിരുന്നത്, ഈവൻ ഓപ്പോസിറ്റ് കളിക്കുന്നവർ പോലും പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? ചന്ദ്രന്റെ ബിൽഡിംഗ്, റെവൽ ബിൽഡിംഗ്. ഇത് ഡോർക്കി കടി കിട്ടണോടാ. ഡോർക്കി നൈസ് കവർ കൊടുക്കുന്നുണ്ട്. നീലനും കുറുപ്പൂടെ കവർ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ടോർക്കിക്ക് അശ്വിനോപ്പിക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. അവനെ പിക്ക് ചെയ്തേട്ടാ, പിക്ക് ചെയ്തേ, കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്തേ. നൈസ് പുഷ് എടുത്ത് ടാക്സി ബിൽഡിംഗ് അവര് ടാക്സി ബിൽഡിംഗ് അവർ എടുത്തടാ. ഇവര് ടാക്സി ബിൽഡിംഗ് നമ്മൾ കൺട്രോൾ അല്ലായിരുന്നു. റബൽ ബിൽഡിംഗ് അടി കിട്ടും അവർക്ക്. ആകെ അടിക്കാൻ പറ്റിയത് ആ പക്ഷേ എനിക്ക് ബിൽഡിങ്സ് വിട്ടു കൊടുക്കുന്ന മണ്ടത്തരമാണ്. ഒറ്റ പുഷല്ലേ അതായിരിക്കും. അയ്യോ AP യുടെ അലപ്പ വേണ്ട. അയ്യോ അങ്ങോട്ട് പോണ്ട. അല്ല ഇതിപ്പം സംഭവം എന്ന് പറഞ്ഞാലേ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, രണ്ട് ഗ്യാങ്ങും ഒരേപോലെ ഗൺ പവറിൽ ബലാബലം ആയതുകൊണ്ട് ഈ കോർഡിനേഷൻ, സിനർജി ആൻഡ് ടാക്ടിക്സ് ഇത് മൂന്നും പിന്നെ കുറച്ച് ലക്കും ഇത്രയാണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അങ്ങോട്ട് പോകുമ്പോ ആളെ കാണുന്നില്ലല്ലോ. ഇതിപ്പോ സോണ് മാറി, അടുത്ത സോൺ 12 മിനിറ്റ് അടുത്ത സോൺ വരും. ഇനി കളി മാറി. ഇനി ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ TV കേറിയില്ലല്ലോ. ടാക്സ് കേട്ടാ അല്ല രണ്ടുപേരും ഗൺ പവറിൽ ഈക്വൽ ആയതുകൊണ്ട് കോർഡിനേഷൻ ഒക്കെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. പ്രശ്നം പറ്റി. അവരുടെ ടേക്ക് ചെയ്തല്ലോ, രായന്റെ ബിൽഡിംഗ് ടേക്ക് ഓവർ ചെയ്തു. ടാക്സി ബിൽഡിംഗ് ടേക്ക് ഓവർ ചെയ്തു. അങ്ങോട്ട് ട്രേഡ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടല്ല. മോബി ഡൗണ് ഇവിടെ കുത്തിച്ച് ഡോർക്കിനടുത്ത് അതാരാ ഫ്ലിക്ക് അറിയാ? അല്ല അടിച്ചു. മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റേ സാധനം ഓണാക്കിയില്ലേ? ഓ ബ്രാവയ്ക്ക് നല്ല അടി കേട്ടാ. ഇല്ല ചെയ്തില്ല. ഇപ്പൊ നമ്മളെ കറങ്ങും മിക്കവാറും. ഇതിപ്പോ നമ്മളെ കറങ്ങും മിക്കവാറും. രണ്ട് വണ്ടി ബാക്ക് വരും നമ്മുടെ.
അടുത്ത വണ്ടി എത്തിയോല്ല. ഓ ബ്രാവയ്ക്ക് നല്ല അടി കിട്ടിയടാ. ബ്രാവയ്ക്ക് വില്ലനും കിട്ടി. നല്ല അമ്മ കറങ്ങി ജൂഡ്. ഓ അതെ ജൂഡ് ജൂഡിന് വണ്ടി വേണം. ജൂഡിന് വണ്ടി വേണം തൊട്ട് ബാക്കിൽ കണ്ടില്ല, ജൂഡോപ്പി കണ്ടില്ലേ ഫ്ലിക്കിനെ? എടാ ജൂഡിന് നല്ല കിട്ടിയടാ. ജൂഡിന് വേറെ സൈഡിൽ നിന്ന് കിട്ടിയടാ. ജൂഡ് ഫ്രണ്ടില്. ഓ അല്ല അതിന് പകരം നോക്കുവോ ലെഫ്റ്റ് ആംഗിൾ സെപ്പറേറ്റ് കുത്തുക. 7 vs 9 ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. റൈറ്റ് കുറ്റാനും പറ്റൂല. റൈറ്റ് ബ്ലോക്ക് ചെയ്തവര്. ജൂഡ് ഇപ്പൊ വീഴും. ജൂഡ് 1 HP. സെൻസി 1 HP. അപ്പാപ്പനൊരു 10 HP യിൽ നിന്ന് കഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. വില്ലോടെ വീണേ. ജൂഡ് നടിക്കല്ലേ ചാപ്പുതായോ. അയ്യോ സാവേജ് വീണടാ. ഓ നൈസ്. ഉള്ളണല്ലേ ഒന്നും കണ്ടില്ല ഞാൻ. ജി ജി ഒന്നും കണ്ടില്ല. ഇതൊക്കെ അത് മനസ്സിലായി. നൈസ് നൈസ് പുഷ് ചെയ്തെടുത്ത നൈസ് നൈസ്. ഐ തിങ്ക് ടിവി ഓൾറൗണ്ട് ആണ്. ഐ തിങ്ക് ടിവി കഴിഞ്ഞില്ലേ? ഓൾറൗണ്ട് ആയില്ലേ? നൈസ് 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 ആയിട്ട് കളിച്ചു. നൈസ് 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 നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് അപ്പ് ആയി പോയി. ഇവിടെ നൈസ് 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 നൈസ്. ഇവിടെ കുറെ പേര് നമുക്ക് പൊസിഷൻ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല പണ്ടാ ഇപ്പൊ എന്നെ ഇതടിച്ചു തന്നെ. സ്റ്റിൽ സീനില്ല. വെൽ പ്ലേഡ് പോട്ടെ